നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണോ വിചാരിക്കണം. അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് 2 സ്റ്റെപ്പ് ഒരു ഫേഷ്യൽ. നമുക്കിതിൽ സ്ക്രബ്ബ് മാത്രമേ ഞാൻ ചെയ്യാത്തുള്ളൂ. നിങ്ങൾക്കിതിൽ സ്ക്രബ്ബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതെങ്ങനെ ചെയ്യേണ്ടതെന്നും കൂടി ഞാൻ കാണിച്ചു തരാം, പറഞ്ഞു തരാം. അപ്പോൾ ഇതിന് നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻസ് വേണ്ടത് പഴമാണ്. പഴം വെച്ചിട്ടുള്ള നല്ലൊരു ഫേസ് മസാജിങ്ങും അതുപോലെ തന്നെ നമുക്കൊരു പാക്കും. പഴം നമ്മുടെ സ്കിന്നിന് പെട്ടെന്നൊരു തിളക്കം നൽകാൻ സഹായിക്കുന്നതാണ്. പെട്ടെന്നാണ് ഗ്ലോ കിട്ടുക. അതുപോലെയുള്ള മറ്റുള്ള ഇൻഗ്രീഡിയൻസും ഞാൻ എന്തൊക്കെയാണെന്നുള്ളത് കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്ര റിസൾട്ട് ഇതിന് കിട്ടാനുള്ള കാരണം എന്താണെന്നുള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോവുക. അതിന് മുന്നോട്ട് ചാനൽ ആദ്യമായിട്ട് അല്ലെങ്കിൽ കാണുന്നുണ്ട്. എൻ്റെ പേര് ദീപ എന്നാ. നിങ്ങൾ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്കൂ. നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് പെട്ടെന്ന് പോയിട്ട് ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് എങ്ങനെയെന്ന് നോക്കിയിട്ട് വരാം. നമുക്ക് ആദ്യം ആവശ്യം പഴമാണ്, പിന്നെ അലോവേര ജെല്ല്. വാങ്ങിയ അലോവേര ജെല്ല് ഉപയോഗിക്കാൻ വെച്ചാൽ അത് ഉപയോഗിക്കുക. നിങ്ങൾക്ക് ഇത് പറ്റില്ല എന്നുണ്ടെങ്കിൽ അല്ല, നിങ്ങളുടെ വീട്ടിലുള്ള പ്ലാന്റിൻ്റെയാണ് ഉപയോഗിക്കണമെന്ന് വെച്ചാൽ ഏറ്റവും നല്ലതാണ്. അത് പറ്റാത്ത അലർജിക്കാരുണ്ടാവും, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വാങ്ങിയത് ഉപയോഗിക്കാമെന്ന് കേട്ടോ. അപ്പോൾ നമുക്ക് പഴം ഇത്രയൊന്നും വേണ്ട. ഇതൊന്ന് ഒരു കഷ്ണം എടുത്തിട്ട് നല്ലപോലെ ഉടച്ചെടുക്കണം. അലോവേര ജെല്ല് നമുക്ക് നടുവേ പിളർന്ന് അതിൻ്റെ ജെല്ലും കൂടി എടുക്കണം. അപ്പോൾ നമുക്ക് ഇതൊന്ന് എടുക്കാം. ഇതാ 1 സ്പൂൺ അലോവേര ജെല്ലാണ് നമുക്ക് ആവശ്യം. പിന്നെ നമുക്ക് ആവശ്യം പഴമാണ്. പഴം നമുക്കൊന്ന് കട്ട് ചെയ്യുക. കട്ട് ചെയ്തിട്ട് അലോവേര ജെല്ല് നിങ്ങൾക്ക് ഇതുപോലെ എടുത്ത് കുപ്പിയിലാക്കി വയ്ക്കുക. ഡെയിലി ഉപയോഗിക്കാം, ഡെയിലി മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ പഴം നമുക്ക് കറുത്തു പോവുള്ളൂ നമ്മൾ ഉടച്ച് വെച്ചാലേ. അപ്പോൾ അതുകൊണ്ട് പഴം നിങ്ങൾ അന്നേക്കന്നേ ചെയ്യണതായിരിക്കും ഏറ്റവും നല്ലത്. പഴം ഞാൻ എത്ര പോകുന്നൊരു കഷ്ണമാണ് എടുത്തിരിക്കുന്നത്. അതിന് ശേഷം ഇത് കൈ വെച്ച് നല്ലപോലെ ഉടച്ച് കൊടുക്കുക. കട്ടിങ് കഷ്ണമൊന്നും ഇല്ലാതെ നല്ലപോലെ ഉടച്ചു കൊടുക്കണം. ഇപ്പോൾ ഇതാ പഴം നല്ലപോലെ ഉടച്ചു കൊടുത്തു. ഇതിലേക്ക് നമുക്ക് അലോവേര ജെല്ല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അലോവേര ജെല്ല് മൊത്തം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യം ഹണിയാണ്. ഹണി നമുക്ക് ഇതിലേക്കൊരു 1/4 സ്പൂണോളം നമുക്ക് ഇട്ട് കൊടുക്കാം. ഹണി ഒന്ന് കട്ട് ചെയ്യണ്ടേ. അപ്പോൾ നമുക്ക് ഇത് നല്ലപോലെ പഴവും അലോവേര ജെല്ലും ഹണിയായിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിപ്പോൾ പഴവും അലോവേര ജെല്ലും ഹണിയായിട്ട് നല്ലപോലെ മിക്സ് ചെയ്തു. ഈ മിക്സ് ചെയ്തതിൽ നിന്ന് നമുക്ക് വേറൊരു ബൗൾ വെച്ച് ബൗളിലേക്ക് നമുക്ക് ഇത് മിക്സ് നല്ലപോലെ ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 2 സ്പൂണ്, ടേബിൾ സ്പൂൺ അല്ല വെറും സ്പൂണ് നമുക്ക് മാറ്റി വയ്ക്കാം. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഒരു സ്റ്റെപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, മസാജിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് നമുക്ക് ഒരു പാക്ക് ഇടണം. പാക്കിൽ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻസും കൂടി ഇടണം. അത് ഞാൻ ചെയ്യുന്ന സമയത്ത് കാണിച്ചു തരാം എന്താ വേണ്ടതെന്ന്. ഇനി നമുക്കിത് മസാജ് ചെയ്ത് പാക്കൊക്കെ എങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഞങ്ങൾ ഇൻഗ്രീഡിയൻസ് കണ്ടുല്ലോ. അപ്പോൾ ഞാനിതാ അലോവേര ഇതിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, ഡെയിലി അലോവേര മുഖത്ത് തേക്കുന്നത് ഏറ്റവും നല്ലതാണെന്ന്. ഇതുപോലെ അലോവേര ജെല്ല് ഞങ്ങൾ എടുത്തൊരു കുപ്പിയിലാക്കി വയ്ക്കുക. ഒരാഴ്ച വരെ ഒരു കുഴപ്പമുണ്ടാവില്ല. അതിൽ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളും കൂടി പൊട്ടിച്ചിടുകയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഡെയിലി അതിങ്ങനെ ഉപയോഗിക്കുക. അല്ല അതിൻ്റെ കൂടെ നിങ്ങൾക്ക് പഴം വല്ലതും കിട്ടുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ കൂടെ ഒരു പഴവും കൂടി മിക്സ് ചെയ്തിട്ട് കുറച്ച് ഹണിയും കൂടി ഒഴിച്ചിട്ട് മസാജ് ചെയ്യുകയാണെന്ന് വെച്ചാൽ സ്കിൻ എപ്പോഴും നല്ലൊരു ഗ്ലോയോടുകൂടി നല്ല തിളക്കത്തോടു കൂടി ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ നല്ലപോലെ സഹായിക്കുന്നതാണ് ഇത് രണ്ടും. അതിൽ കൂടെ കുറച്ച് ഹണിയും കൂടി ഒഴിച്ച് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, പറയണ്ട അത്ര അടിപൊളി ഗ്ലോ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്തൊരു ഇതാണിത്. അപ്പോൾ നമുക്കിതൊരു പഴം അലോവേര ജെല്ല് എന്ന് തന്നെ ഇതിനൊരു പേരിടാം. അത്രയ്ക്ക് നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിങ്ങനെ ഇത് നോക്കുകയുണ്ടാവുമായിരിക്കും. നോക്കാത്തവരും ഇതൊന്ന് ചെയ്ത് നോക്ക്. തീർച്ചയായും സ്കിന്നിന് പെട്ടെന്നൊരു സോഫ്റ്റും നല്ലൊരു തിളക്കവും നല്ലൊരു എന്താ പറയുക ഫ്രഷ്നെസ്സും ഒക്കെ തോന്നി നമുക്ക് സ്കിന്ന് നമുക്ക് നോക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു നമുക്ക് തന്നെ ഇരുന്ന് നോക്കാൻ ഒരു ഭംഗി തോന്നിക്കും. അത്രയും നല്ല സാധനമാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മളിങ്ങനെ കയ്യിലെടുക്കുക, ഫേസിൽ തേച്ച് കൊടുക്കുക. ഫേസിലെല്ലാം തേച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതൊരു മസാജ് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ 2 കൈയിലും തേച്ച് കൊടുത്തു. 2 കൈയിലും കൂടി തേച്ച് കൊടുക്കുക. അതിന് ശേഷം
നല്ലൊരു മസാജ് കൊടുക്കുക. നിങ്ങൾക്കൊരു 5 മിനിറ്റോ 10 മിനിറ്റോ ഈ ഒരു മസാജ് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. സ്കിന്നിലേക്ക് നമ്മൾ എന്തുപോലെ ഇങ്ങനെ ഡ്രൈ ആവും തോറും പിന്നെ ഈ ജെല്ലെടുത്ത് മുഖത്ത് തേച്ച് നിങ്ങളുടെ മുഖത്തെ ആ ഒരു ഇത് തേക്കുമ്പോൾ കണ്ടു സ്കിന്ന് എത്രമാത്രം തിളക്കം വരണം. അപ്പോൾ ഇത് നമ്മൾ ഒന്ന് 10 മിനിറ്റ് 15 മിനിറ്റ് ഒക്കെ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു മസാജ് കൊടുക്കുക. അതിന് ശേഷം നമുക്കൊരു പാക്ക് ഇടാം. അപ്പോൾ ഞാനിതൊന്ന് നല്ലപോലെ ഒന്ന് മസാജ് ചെയ്യട്ടെ കേട്ടോ. ഞാനപ്പോൾ 2 സ്പൂണാണ് എടുത്തേക്കുന്നത്. അത് കഴിയണ വരെ ഞാനൊരു മസാജ് കൊടുക്കും കേട്ടോ. ഇപ്പോൾ ഞാനിപ്പോൾ ഇതിലത്തെ ഈ ബൗളിലത്തെ മുഴുവനും എടുത്തു. കഴുത്തിലും മസാജ് ചെയ്തു, അതുപോലെ തന്നെ മുഖത്ത് നല്ലൊരു മസാജ് കൊടുത്തു കേട്ടോ. ഇനി ഇതിങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലൂടെ തന്നെയാണ് പാക്ക് ഇടുന്നത്. തുടച്ച് കളയൊന്നും വേണ്ട. അപ്പോൾ ബാക്കി ഞാൻ എടുത്ത് വെച്ച ജെല്ലുണ്ടല്ലോ, നമ്മുടെ അലോവേരയും നമ്മുടെ പഴവും അതുപോലെ തന്നെ ഹണിയും കൂടിയുള്ള ജെല്ല്. ഇതിലേക്ക് നമുക്ക് ആവശ്യം വേറെ ഒന്നുമല്ല, നമ്മുടെ സ്കിൻ പെട്ടെന്ന് തിളക്കം നൽകാനും ഗ്ലോ നൽകാൻ വെളുക്കാനും സഹായിക്കുന്നതാണ് നമ്മുടെ അരിപ്പൊടി. നമുക്കിതിലേക്ക് ആവശ്യത്തിന് 1 സ്പൂണ് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഇത് നല്ലപോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഫേസിൽ നല്ല കട്ടിക്കാണ്ട് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമുക്കൊരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് ഞങ്ങൾ കഴുകി കളയുന്ന സമയത്ത് നമ്മൾ ഉണങ്ങൂല്ലോ ഓൾറെഡി, അപ്പോൾ അത് വെള്ളം തൊട്ട് നനച്ച് 1 മിനിറ്റിൻ്റെ ഒരു മസാജ് കൊടുത്ത് കഴുകി കളയുക. അപ്പോൾ അത്രയും നല്ല അടിപൊളിയാണ്. ഓൾറെഡി നമ്മുടെ മുഖത്ത് ജെല്ല് ഉണ്ട്, അതിൻ്റെ മുകളിൽ കൂടെ തന്നെയാണ് നമ്മൾ ഇടുന്നത്. അപ്പോൾ ഞാനൊരു 20-25 മിനിറ്റൊക്കെ ഇത് ഇടുമ്പോഴാണ് നമുക്ക് നല്ലൊരു ആ ഒരു ഉണങ്ങി ഒരു മാതിരിയായി കിട്ടുക. പൂർണ്ണമായി ഉണങ്ങണം എന്നല്ല, ഒന്ന് ചെറുതായി ഒന്ന് ഡ്രൈ ആവും. അപ്പോഴേക്കും ഇപ്പോൾ ഇവിടെ ഭയങ്കര ചൂടാണ്. നമ്മളിങ്ങനെ വെറുതെ ഫാൻ്റെ ചൂടിലിരിക്കുമ്പോൾ പോലും വിയർക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത് വെള്ളമായിട്ടാണ് ഇപ്പോൾ എനിക്ക് ഫീൽ ചെയ്യാറ്. എന്തായാലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. അത്രയ്ക്ക് നല്ല അടിപൊളി സാധനമാണ്. ഒരു വട്ടനെ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതും ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരത്തിനല്ല, ഒരാൾ പറഞ്ഞു തന്നതനുസരിച്ചാണ് ചെയ്തത്. തിളക്കം ആ ഒരു മുഖത്തിന് ആ പെട്ടെന്നൊരു ഷൈനിങ്ങും ആ ഒരു മുഖത്തിൻ്റെ തിളക്കവും കണ്ടിട്ട് ഞാൻ തന്നെ ഞെട്ടി. അത്രയ്ക്ക് നല്ല അടിപൊളിയാണ്. നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും തിളക്കം മുഖത്തിൻ്റെ. എന്തോ ഒരു പെട്ടെന്നൊരു ലൈറ്റ് ഇട്ട പോലെ എന്തോ ഒരു വെളിച്ചം മുഖത്ത് ഇങ്ങനെ നമുക്ക് ഇതെവിടെ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ, നല്ലൊരു വെളിച്ചം പോലെയൊക്കെ തോന്നും. അത്രയ്ക്ക് നല്ല അടിപൊളിയാണ്. പെട്ടെന്നൊരു ഫംഗ്ഷനോ കാര്യങ്ങളോ അല്ലെങ്കിൽ കല്യാണത്തിനൊക്കെ റെഡി ആയിരിക്കുന്ന കുട്ടികളൊക്കെ ഡെയിലി ഇത് ചെയ്യണമെന്നുണ്ട് വെച്ചാൽ മുഖം നല്ലപോലെ വെളുക്കുകയും ചെയ്യും. നല്ല ഗ്ലോ ആയിരിക്കും മുഖത്തിന്. പെട്ടെന്ന് നമ്മുടെ മുഖത്തിന് ആ ഒരു ഇത് കണ്ട് ചോദിക്കും ആൾക്കാർ എന്താ പെട്ടെന്ന് പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോയെന്ന്. അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് കേട്ടോ. പക്ഷേ ഈ 2 സ്റ്റെപ്പും ചെയ്യണം. അരിപ്പൊടി വെച്ചിട്ട് തന്നെയാണ് ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ അരിപ്പൊടി ഇല്ലയെന്ന് വെച്ച് കൊണ്ടുവരണം എന്താ ചെയ്യുകയെന്ന് ചോദിക്കും. അരിപ്പൊടി കിട്ടുകയെന്ന് വെച്ചാൽ പരമാവധി നിങ്ങൾ അരിപ്പൊടി വെച്ചിട്ട് തന്നെ ചെയ്യുക. അഥവാ അരിപ്പൊടി ഇല്ല വെച്ചാൽ നിങ്ങൾ കടലമാവൊന്ന് വെച്ച് ചെയ്ത് നോക്കൂ കേട്ടോ. ഞാൻ അരിപ്പൊടി വെച്ചിട്ടാണ് ചെയ്ത്. അപ്പോൾ എനിക്ക് നല്ല റിസൾട്ടായിരുന്നു. അവരും അരിപ്പൊടി വെച്ചിട്ട് തന്നെയാണ് ചെയ്യാറെന്ന് പറഞ്ഞ് ആഴ്ചയിൽ 1 വട്ടമാണ് അവർ ചെയ്യാറ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ചെയ്ത് നോക്ക്. ഇപ്പോൾ ഞാനിപ്പോൾ അരിപ്പൊടി ഇട്ട പാക്ക് നമ്മുടെ ജെല്ലിൻ്റെ കൂടെ നല്ല അടിപൊളിയായിട്ട് മുഖത്തെല്ലാം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് 20-25 മിനിറ്റോളം വെയിറ്റ് ചെയ്യും. 20 മിനിറ്റ് ഇട്ടാൽ മതി പാക്കുകൾ എന്ന് പറയുക. മിനിമം ഞങ്ങൾ 20 മിനിറ്റെങ്കിലും ഇടുക. അതിന് ശേഷമാണ് കഴുകി കളയേണ്ടത്. അപ്പോൾ നമുക്ക് എന്തായാലും 20 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. ഇപ്പോൾ മുഖത്തിട്ടിട്ട് 25 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് കണ്ട് ചോട്ടിലും ഇവിടെയൊക്കെ ഒന്ന് ഡ്രൈ ആയി, കഴുത്തത്തേക്ക് ഡ്രൈ ആയി. കട്ടിയിലിരിക്കുന്ന നമ്മുടെ പഴവും അലോവേര ജെല്ലും മാത്രമാണ് അങ്ങനെ ഇരിക്കുന്നത്. ഇതിങ്ങനെ തന്നെ ഇരിക്കുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഇതൊരു ചെറിയൊരു മസാജ് ഇങ്ങനെ കൊടുക്കുക, വെള്ളം തൊട്ട് നനച്ചിട്ട്. അതിന് ശേഷം നമുക്കിത് കഴുകിയെടുക്കാം. അപ്പോൾ ഞാൻ കഴുകിയെടുത്തിട്ട് ഞങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കാണിച്ചു തരാം കേട്ടോ. 1 മിനിറ്റ് വെള്ളം തൊട്ട് നനച്ചിട്ടൊരു മസാജ്, അത്രയേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ ഞാൻ ഫേസ് നല്ലപോലെ കഴുകിയിട്ട് വന്നു. 1 മിനിറ്റിൻ്റെ മസാജാണ് കൊടുത്തത്. നല്ല അടിപൊളി ഗ്ലോയാണ്. കഴുത്തിലാണെച്ചാലും നല്ല കറുപ്പായിരുന്നു, അതിന് നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. അടിപൊളിയാണ് പറഞ്ഞാൽ അത്രയും നല്ല സാധനമാണ് കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായും നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. പെട്ടെന്നാണ് നമുക്ക് മുഖത്തുള്ള ടാൻ മാറണതും പെട്ടെന്നൊരു ഗ്ലോ വരണതും. നിങ്ങൾക്ക് വെളുക്കാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു 2 വട്ടം വെച്ചിട്ട് നിങ്ങൾ ചെയ്യുകയാണെന്ന് വെച്ചാലും നല്ല അടിപൊളിയാണ്. നിങ്ങൾക്ക് അല്ല അതിലും കൂടുതൽ ടൈമുണ്ട്, വീട്ടിൽ വെറുതെ ഇരിക്കുന്നവർക്കൊക്കെ ആണെന്നുണ്ടെച്ചാൽ ഇഷ്ടംപോലെ സമയമല്ലേ. അപ്പോൾ നിങ്ങൾ ആഴ്ചയിൽ ഒരു 3 വട്ടം 1.5 വെച്ചിട്ട് നിങ്ങൾ 1 മാസം ചെയ്ത് നോക്ക്. മുഖം വെളുക്കും എന്നുള്ളത് ഞാൻ ഉറപ്പ് തരികയാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. ഓക്കെ, ബൈ.